നമസ്കാരം. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ തുടർച്ച. Originally, the Samaveda Samhita is said to have had 1000 recensions, Shakhaha, but only 3 of them, Ranayaniya Shakha, Gautama Shakha, and Jaiminiya or Tavalkara Shakha are now preserved. അതായത് സാമവേദത്തിന് 101 ശാഖകളുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അവയിൽ 3 മാത്രമേ ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഏതൊക്കെയാണ്? റാണായനീയ ശാഖ, കൗതുമ ശാഖ ആൻഡ് ജൈമിനീയ ശാഖ. The Samhitas of Ranayaniya and Jaiminiya are available in full, while in the Samhita of Gautama, all except the 7th Prapadhaka is lost. റാണായണീയ ശാഖയുടെയും ജൈമിനീയ ശാഖയുടെയും സംഹിത മുഴുവനായിട്ട് ലഭ്യമാണ്. പക്ഷേ ഗൗതമ ശാഖയുടെ 7ാമത്തെ പ്രപാഠകമൊഴിച്ചുള്ള ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. To the Jaiminiya or Tavalkara school is attached the Brahmana of that name, and the Upanishad Brahmana included in this Brahmana is the Aranyaka of this recension. അതായത് ടു ദ ജൈമിനിയ ശാഖയുടെ മറ്റൊരു പേരാണ് തവൽക്കാര എന്നുള്ളത്. ഈ ഒരു ശാഖയ്ക്ക് ബ്രാഹ്മണമാണ് തവൽക്കാര ബ്രാഹ്മണം എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു ആരണ്യകവുമുണ്ട്. അതാണ് ഉപനിഷത്ത് ബ്രാഹ്മണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. The brief but very important Kenopanishad forms parts of this തവൽക്കാര ബ്രാഹ്മണം. അതുപോലെ തവൽക്കാര ബ്രാഹ്മണത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ഉപനിഷത്ത് ആണ് എന്താണ്? കേനോപനിഷത്ത്. There is another prominent Brahmana of the Samaveda called the Panchavimsha Brahmana, which consists of 25 chapters. സാമവേദത്തിൻ്റെ മറ്റൊരു ബ്രാഹ്മണമാണ് പഞ്ചവിംശ ബ്രാഹ്മണം. അതിൽ 25 അധ്യായങ്ങളാണ് ഉള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് താണ്ഡ്യ ബ്രാഹ്മണ ഓർ പ്രൗഢ ബ്രാഹ്മണ. ഈ പഞ്ചവിംശ ബ്രാഹ്മണത്തെ താണ്ഡ്യ ബ്രാഹ്മണമെന്നും പ്രൗഢ ബ്രാഹ്മണമെന്നുമൊക്കെ വിളിക്കുന്നു. ദിസ് ഈസ് കൺസേൺഡ് വിത്ത് ദ സോമ സാക്രിഫൈസസ് ഇൻ ജനറൽ ആൻഡ് ഓൾസോ കണ്ടെയ്ൻസ് മെനി ലെജൻഡ്സ്. സോമയാഗവുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ബ്രാഹ്മണങ്ങൾ കിടക്കുന്നത്. Another Brahmana attached to the Tandya school of Samaveda is the Chandogya Brahmana. ഈ താണ്ഡ്യ another Brahmana attached to the Tandya school. അപ്പോൾ ഈ താണ്ഡ്യ ബ്രാഹ്മണം എന്ന് പറയുന്നത് അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മറ്റൊരു ബ്രാഹ്മണമുണ്ട്, ഛാന്തോഗ്യ ബ്രാഹ്മണം. ദ മേജർ പോർഷൻ ഓഫ് വിച്ച് ഈസ് ദ ഛാന്തോഗ്യോപനിഷത്ത്, വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദ ഉപനിഷത്ത്സ്. അതുപോലെ ഈ ഛാന്തോഗ്യ ബ്രാഹ്മണത്തിൻ്റെ അവസാന ഭാഗത്ത് എന്തുണ്ട്? ഛാന്തോഗ്യ ഉപനിഷത്തുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്തായി പരിഗണിച്ചു പോരുന്നു. The first section of this Brahmana is the Aranyaka of the Tandya recension. താണ്ഡ്യ ശാഖയുടെ ബ്രാഹ്മണത്തിൻ്റെ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ആരണ്യകമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ആകെ കൂട്ടിക്കലർത്തിയിട്ടാണ് പറയണത്. നമുക്കൊരു ചാർട്ട് നോക്കാം. ഈ ചാർട്ടിൽ സാമവേദ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ശാഖകൾ 3 ലഭ്യമുള്ളൂ എന്ന് പറഞ്ഞു. 101 1001 1001 ശാഖകളുള്ളതിൽ 3 ഇപ്പോൾ കിട്ടാനുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ശാഖാഹ എന്നുള്ളതിൻ്റെ കീഴെ കൗതുമീയ, റാണായണീയ, ജൈമിനീയ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിൽ കൗതുമീയ എന്നാണ് കണ്ടത്, തായല്ല. ഇതാണ് ശരിയെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. കൗതുമീയ, റാണായനീയ, ജൈമിനീയ.
ഇനി ബ്രാഹ്മണങ്ങൾ ഏതൊക്കെയാണ് സാമവേദത്തിൻ്റെ ബ്രാഹ്മണങ്ങളെന്ന് കൊടുത്തിരിക്കുന്നു. കൗധമീയ ശാഖയുടെ ബ്രാഹ്മണമാണ് പഞ്ചവിംശ ബ്രാഹ്മണം. റാണായനീയ ശാഖയുടെ ബ്രാഹ്മണമാണ് ഷഡ്വിംശ ബ്രാഹ്മണം. ജൈമിനീയ ശാഖയുടെ ബ്രാഹ്മണമാണ് ഛാന്തോഗ്യ ബ്രാഹ്മണം. സാമവിധാനം, ആർഷേയം, ദേവതാധ്യായം, വംശബ്രാഹ്മണം, ജൈമിനീയം എന്നുള്ളത്. ഇനി ആരണ്യകങ്ങൾ നോക്കുകയാണെങ്കിൽ കൗധമീയ ശാഖയുടെ ആരണ്യകമാണ് തവൽക്കാര ആരണ്യകം. റാണായനീയ ശാഖയുടെ ആരണ്യകമാണ് ഛാന്തോഗ്യം. ഉപനിഷത്ത് നോക്കുകയാണെങ്കിൽ കൗധമീയ ശാഖയുടെ ഉപനിഷത്താണ് കേനോപനിഷത്ത്. റാണായനീയ ശാഖയുടെ ഉപനിഷത്താണ് ഛാന്തോഗ്യ ഉപനിഷത്ത് എന്നിങ്ങനെ ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയണില്ല. ഓരോ വേദം എടുക്കണു, അതിനെത്ര ശാഖയുണ്ട്, അതിൻ്റെ സംഹിത, ബ്രാഹ്മണം, ആരണ്യക, ഉപനിഷത്ത് ഇതൊക്കെ ഏതാണ് എന്നുള്ള രീതിയിൽ പറയണു, അത്രേ ഉള്ളൂ. അടുത്തത് യജുർവേദത്തിനെ പറ്റിയിട്ടാണ്. യജുർവേദ. ദ യജുർവേദ കംപ്രൈസസ് ഹിംസ് മോസ്റ്റ്ലി ടേക്കൺ ഫ്രം ദ ഋഗ്വേദ, ഒറിജിനൽ പ്രോസ് ഫോർമുലാസ് ആൻഡ് ഓൾസോ എക്സ്പ്ലനേഷൻസ് ഓഫ് ദ ഋഗ്വേദിക് ഹിംസ് ഫ്രം ദ റിച്വലിസ്റ്റിക് ആസ്പെക്ട്. യജുർവേദത്തിൽ ഋഗ്വേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സൂക്തങ്ങളുണ്ട്. അതിൽ നിന്നാണ് പ്രധാനമായിട്ട് സൂക്തങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ തന്നെയുള്ള ഗദ്യാത്മകമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതുപോലെ ഋഗ്വേദ സൂക്തങ്ങളെ റിച്വലിസ്റ്റിക്കായിട്ട് എന്താ പറയുക, യജ്ഞപരമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ദർഫോർ ദിസ് വേദ ഈസ് പാർട്ട്ലി ഇൻ പ്രോസ് ആൻഡ് പാർട്ട്ലി ഇൻ വേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ യജുർവേദം എന്ന് പറയുന്നത് പകുതി ഗദ്യവും പകുതി പദ്യവുമാണ്. ഒറിജിനലി ദിസ് വേദ ഈസ് സെറ്റ് ടു ഹാവ് ഹാഡ് മോർ ദാൻ 100 recensions, മോസ്റ്റ് ഓഫ് വിച്ച് ആർ നൗ ലോസ്റ്റ്. യജുർവേദത്തിന് 100-ലധികം ശാഖകളുണ്ടെന്ന് പറയുന്നു, പക്ഷേ ഇന്ന് അതിൽ പലതും നശിച്ചു. ദ യജുർവേദ ഹാസ് കം ഡൗൺ ടു us in 2 branches. യജുർവേദം പ്രധാനമായിട്ട് 2 ശാഖകളാണ്. രണ്ടായിട്ട് യജുർവേദത്തിനെ വിഭജിച്ചിട്ടുണ്ട്. ദ കൃഷ്ണ യജുർവേദ ആൻഡ് ശുക്ല യജുർവേദ. കൃഷ്ണ യജുർവേദമെന്നും ശുക്ല യജുർവേദമെന്നും. ദ ഫോമർ സ്കൂൾ കെയിം ടു ബി കോൾഡ് കൃഷ്ണ ബ്ലാക്ക് because the contents are not well arranged and the sacrificial formulas are intermingled to a certain extent with their explanations. ഇപ്പോൾ ഇവിടെ പറയുന്നത് കൃഷ്ണ യജുർവേദം, കൃഷ്ണം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണല്ലോ. കൃഷ്ണ യജുർവേദം എന്ന് വിളിക്കാൻ കാരണം ഇതിൽ പറയുന്ന സാക്രിഫിഷ്യൽ ഫോർമുലാസ്, അതായത് യജ്ഞത്തിലൊക്കെ എങ്ങനെ ചെയ്യണം, യജ്ഞം എങ്ങനെ ചെയ്യണം, എങ്ങനെ എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമൊക്കെ കൂടിക്കലർന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ ആയതുകൊണ്ടാണെന്ന് പറയുന്നു. ദ ലാറ്റർ സ്കൂൾ കെയിം ടു ബി കോൾഡ് ശുക്ല. പിന്നെ മറ്റേ വിഭാഗം ശുക്ല യജുർവേദം എന്നെന്തുകൊണ്ട് വിളിക്കുന്നു? ബിക്കോസ് ദ ഹിംസ് ആർ വെൽ അറേഞ്ച്ഡ്. ഇതിൽ സൂക്തങ്ങളൊക്കെ വളരെ വെൽ അറേഞ്ച്ഡ് ആണ്. ആൻഡ് ദ സാക്രിഫിഷ്യൽ ഫോർമുലകൾ മിക്സ്ഡ് ആയിട്ടല്ല, വ്യാഖ്യാനവുമായിട്ട് മിക്സ്ഡ് ആയിട്ടല്ല എന്നൊക്കെ പറയുന്നു. The Samhitas of both branches deal with many important rituals such as the new moon and full moon sacrifices, the Soma sacrifice, the construction of the fire altar, and also Vajapayam, Rajasuyam, Ashwamedha, Sarvamedha and other sacrifices. അതായത് കൃഷ്ണ യജുർവേദ സംഹിതയായാലും ശുക്ല യജുർവേദ സംഹിതയായാലും പ്രധാനപ്പെട്ട യാഗങ്ങളെപ്പറ്റി, യജ്ഞങ്ങളെപ്പറ്റിയൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദർശപൂർണമാസ യാഗങ്ങൾ, ദർശപൂർണമാസേഷ്ടി, സോമയാഗം, പിന്നെ ഫയർ അൾട്ടാർ, അഗ്നിവേദി, അഗ്നി സൂക്ഷിക്കേണ്ട സ്ഥലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, എവിടെയാണ് വേണ്ടത്, ഏത് രീതിയിൽ ആണ്, അഗ്നികുണ്ഡങ്ങൾ ഏത് ഷേപ്പിലാണ്, അങ്ങനെയുള്ള അതിൻ്റെ കണക്കുകൾ,
അതുപോലെ വാജപേയം, രാജസൂയം, അശ്വമേധം, സർവമേധം തുടങ്ങിയ യാഗങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് മെയിനായിട്ട് ഈ സംഹിതകളിൽ പറയുന്നത്. നമസ്കാരം.